Hello friends, welcome back to Bio World. നമ്മൾ 6th ചാപ്റ്റർ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്നുള്ള ചാപ്റ്ററായിട്ടാണ് നോക്കുന്നത് സുവോളജിയിൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫോക്കസ് ഏരിയയിലുള്ള ഒരു പോർഷനായ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം നോക്കാം. മനുഷ്യ ശ്വസന വ്യൂഹം. Human respiratory system consists of external nostrils, nasal cavity, nasopharynx, larynx, trachea, bronchi and bronchioles. On the nasal cavity, it is a hollow structure partitioned into two nasal chambers by the nasal septum. Nasal cavity opens outside through external nostrils. External nostrils നമ്മളെ മൂക്ക് വഴിയാണ് nasal cavity പുറത്തേക്ക് ഓപ്പൺ ആയിട്ടുള്ളത്. Nasal cavity opens inside into nasopharynx. ഉള്ളിലേക്ക് തുറന്നു വെച്ചിരിക്കുന്നത് nasopharynx വഴിയാണ്. Nasopharynx opens through glottis of the larynx region into the trachea. Glottis എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനിൽ കൂടെയാണ് നടക്കുന്നത്. In nasopharynx, it is a portion of pharynx situated behind the nasal cavity. Pharynx എന്ന് പറഞ്ഞാൽ ത്രോട്ടാണ്. ഇറ്റ് ഈസ് എ ഷോർട്ട് ട്യൂബ് ഫോർ ഫുഡ് ആൻഡ് എയർ. അതൊരു ഫുഡിനും വായുവിനും ഭക്ഷണത്തിനും വായുവിനും വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ട്യൂബാണ്. ഇറ്റ്സ് അപ്പർ പാർട്ട് ഈസ് നാസോഫാരിൻസ്. ഇറ്റ്സ് ലോവർ പാർട്ട് ഈസ് ലാരിഞ്ചിയോഫാരിൻസ് ദാറ്റ് ഓപ്പൺസ് ഇൻടു ട്രക്കിയ. വിൻഡ് പൈപ്പ് എന്നും കൂടി അതിനോട് പറയും. ലാരിൻസ് ഓർ വോയിസ് ബോക്സ്. It is a large upper part of trachea. It is responsible for producing voice. It is supported by cartilages. Larynx communicates with the pharynx or oropharynx with a slit-like opening called glottis. It is guarded by a cartilaginous leaf-like elastic lid called epiglottis. During swallowing of food, saliva, etc., epiglottis closes the glottis automatically and prevents the entry of food into larynx. Glottis leads to thin-walled, long, wide tubular structure called trachea or windpipe. ഈ ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ശ്വാസത്തിനും ഫുഡിനും വേണ്ടിയിട്ട് രണ്ട് അറകളുണ്ടല്ലോ, ഫുഡ് പോകാനും ഈസോഫാഗസ്, പിന്നെ നമ്മളെ ശ്വാസം എടുക്കണ ഒരു ട്യൂബും കൂടി. അപ്പോൾ രണ്ടും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണ ഒരു ഭാഗമാണ് ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അത് നമുക്ക് രണ്ട് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഇടയിൽ ഇതായി നിന്നിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുതെന്ന് പറയുന്നത്. കാരണം രണ്ട് പണിയും കൂടി ഒപ്പം ചെയ്യുമ്പോൾ ഈ ഗ്ലോട്ടിസിന് ചിലപ്പോൾ ശ്വാസനാളത്തിലേക്ക് ഫുഡ് പോകാതെ ഇരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പെട്ടെന്ന് ശ്വാസനാളത്തേക്ക് എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ആൾ മരണപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലോട്ടിസാണ് ശ്വാസനാളത്തെയും അന്നനാളത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സെപ്പറേഷൻ ചെയ്യുന്ന ഒരു സംഭവം. നമുക്ക് 5 ട്രക്കിയ നോക്കാം. ട്രക്കിയ ഓർ വിൻഡ് പൈപ്പ്. ഇറ്റ് ഈസ് എ ട്യൂബ് സ്റ്റാർട്ടിംഗ് ഫ്രം larynx through the neck and the thoracic cavity. It is supported by C-shaped cartilaginous strings which prevent it from collapsing. It is divided into 2 bronchi and in thoracic region. അടുത്ത നമ്മൾ മെക്കാനിസം ഓഫ് ബ്രീത്തിങ് ആണ് നോക്കുന്നത് കേട്ടോ. മെക്കാനിസം ഓഫ് ബ്രീത്തിങ്ങിൽ 2 സ്റ്റേജുള്ളത്. ഒന്ന് ഇൻസ്പിറേഷനും ഒന്ന് എക്സ്പിറേഷനും. അപ്പോൾ എക്സ്പിറേഷൻ എന്താണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻടേക്ക് ഓഫ് ഗ്യാസസ് ആണ്. നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കണതിനാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുക. പിന്നെ എക്സ്പിറേഷൻ എന്ന് പറയുന്നത് ശ്വാസം പുറത്തേക്ക് വിടുന്നതിന് എക്സ്പിറേഷൻ എന്നും പറയും. അപ്പോൾ അത് ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ തോന്നും. പക്ഷേ സിമ്പിളായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇൻസ്പിറേഷൻ പറഞ്ഞാൽ ഇൻടേക്ക് ഓഫ് ഗ്യാസസ്, എക്സ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പുറത്തു വിടാം. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പ്രോസസ്സും എക്സ്പിറേഷൻ എന്ന് പറഞ്ഞാൽ പാസീവ് പ്രോസസ്സും ആണ്. ഇനി നമുക്ക് റെസ്പിറേറ്ററി വോളിയൂംസ് ആൻഡ് കപ്പാസിറ്റീസ് ആണ് നോക്കുന്നത് കേട്ടോ. അതിൽ ടൈഡൽ വോളിയൂം, TV ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഭാഗങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈഡൽ വോളിയൂം എന്താണെന്നൊക്കെ ചോദിക്കും. വോളിയൂം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. നമ്മൾ സാധാരണ ശ്വാസം വലിക്കും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ, വലിക്കും പുറത്തു വിടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇൻസ്പയർ ചെയ്യുന്നതും അകത്തേക്ക് എടുക്കണം പുറത്തേക്ക് എടുക്കണം ആയ വോളിയൂം ഓഫ് എയറിൻ്റെ അളവ്, ആ അളവ് നമ്മൾ ഇൻടേക്ക് ചെയ്യണതും പുറത്തു വിടുന്നതും ആയ എയറിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുക. സാധാ ഒരു റെസ്പിറേഷനിൽ നമ്മൾ അകത്തേക്ക് എടുക്കണതും പുറത്തേക്ക് വിടുന്നതും ആയ എയറിൻ്റെ വോളിയമിനെ നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയും. ഇറ്റ് ഈസ് അപ്രോക്സ് 500 ml. ദാറ്റ് ഈസ് എ ഹെൽത്തി മാൻ ക്യാൻ ഇൻസ്പയർ ഓർ എക്സ്പയർ അപ്രോക്സിമേറ്റ്ലി 6000 to 8000 ml ഓഫ് എയർ പെർ മിനിറ്റ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള മാൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യന് 6000 മുതൽ 7000 ml വരെയുള്ള എയർ ഒരു മിനിറ്റിനുള്ളിൽ ഇൻടേക്ക് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ IRV, അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ. അതായത് നമ്മൾ ശ്വാസം നല്ല ഡീപ്പായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ എത്ര വോളിയം ഓഫ് എയർ ആണ് എടുക്കുന്നത്, അതിനെയാണ് നമ്മൾ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് വിളിക്കുന്നത്. നമ്മൾ വലിയൊരു ഇൻടേക്ക് എടുക്കില്ലേ, ശ്വാസം നല്ല ഡീപ്പായിട്ടുള്ളിലേക്ക് എടുത്ത് വിടില്ലേ, അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യന് ഫോഴ്സ് ചെയ്തിട്ട് ഇൻസ്പിറേഷൻ ചെയ്യുന്ന സമയത്ത് വരുന്ന വോളിയം, എയറിൻ്റെ വോളിയം, അതിനെയാണ് IRV എന്ന് പറയുന്നത്, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇത് നമ്മൾ മനസ്സിലാക്കി പഠിച്ച സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ഇതൊക്കെ സിമ്പിളായി നമുക്ക് മാർക്ക് വാങ്ങിക്കാം. ദിസ് ആവറേജ് 2500 ml to 3000 ml ഓഫ് എയർ. ഇനി എക്സ്പിറേറ്ററി റിസർവ് വോളിയം നോക്കാം, ERV, അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ എ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ. ഇന്ന് നമ്മൾ ശ്വാസം എടുക്കണേനാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുക. ഇനി നമ്മളൊരു ഫോഴ്സിബിളായിട്ട് ശ്വാസം പുറത്ത് വിടുക, നമ്മൾ ഡീപ്പായിട്ട് ശ്വാസം പുറത്ത് വിടണ സമയത്ത് എത്ര വോളിയം ഓഫ് എയർ ആണ് അതിൽ ഉൾക്കൊള്ളുന്നതിനുള്ള, എത്ര വോളിയമാണ് അതിൽ ഉൾക്കൊള്ളുന്നത് വെച്ചാൽ ആ അളവിനെയാണ് നമ്മൾ എക്സ്പിറേറ്ററി റിസർവ് വോളിയം ERV എന്ന് പറയുക. അത് ഏവറേജ് 1000 ml to 1100 ml. നമ്മൾ റെസിഡ്യുവൽ വോളിയം ആണ് നോക്കുന്നത്, RV, വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ. നമ്മൾ ഡീപ്പായിട്ടുള്ള എക്സ്പിറേഷന് ശേഷം, ശ്വാസം പുറത്തു വിട്ടതിന് ശേഷം ലങ്സിൽ ബാക്കി നിൽക്കുന്ന വോളിയം ഓഫ് എയറിനെയാണ് റെസിഡ്യുവൽ വോളിയം RV എന്ന് പറയുന്നത്. ഇത് ആവറേജ് 1100 ml to 1200 ml വരെ ഉണ്ടാവും. ഇനി നമുക്ക് പൾമോണറി കപ്പാസിറ്റി ആണ് നോക്കാനുള്ളത്. വെൻ എനി 2 or more pulmonary volumes TB, IRV, ERV, RV considered together such as combination is called pulmonary capacity. This can be used in clinical diagnosis. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ. ദിസ് ഇൻക്ലൂഡ് ടൈറ്റൽ വോളിയം ആൻഡ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. TBയും നമ്മൾ നേരത്തെ പറഞ്ഞ TBയും പ്ലസ് IRVയും കൂടി ചേർന്നതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. അതുപോലെ എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ EC എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ നോർമൽ ഇൻസ്പിറേഷൻ. ദിസ് ഇൻക്ലൂഡ്സ് ടൈറ്റൽ വോളിയം ആൻഡ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. TBയും പ്ലസ് ERVയും ചേർന്നാലാണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി വരുന്നത്. ഇനി ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി FRC, വോളിയം ഓഫ് എയർ ദാറ്റ് വിൽ റിമെയിൻ ഇൻ ദ ലങ്സ് ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ. ഒരു നോർമൽ എക്സ്പിറേഷന് ശേഷം നമ്മൾ ലങ്സിൽ ബാക്കി നിൽക്കുന്ന എയറിനെയാണ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് ERV പ്ലസ് RV. Vital capacity VC, the maximum volume of air a person can breathe in after a forced expiration. മാക്സിമം വോളിയം ഓഫ് എയർ ആണ് ഒരു പേഴ്സണ് എടുക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എയർ, ഒരു ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ വഴി ഒരു മനുഷ്യന് എടുക്കാൻ പറ്റുന്ന മാക്സിമം വോളിയം ഓഫ് എയറിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുക. അതിൽ ERVയും TVയും IRVയും ഒക്കെ പെട്ടിട്ടുണ്ട്. Or the maximum volume of air a person can breathe out after a forced inspiration. നമുക്ക് പുറത്തു വിടുക, ഫോഴ്സിൽ ഇൻസ്പിറേഷന് ശേഷം ഒരു മനുഷ്യന് പുറത്തു വിടാൻ പറ്റുന്ന മാക്സിമം വോളിയം ഓഫ് എയർ, അതിനും ഈ വൈറ്റൽ കപ്പാസിറ്റി തന്നെ പറയുക. VC is equal to IRV plus TB plus ERV. Total lung capacity, total volume of air accommodated in the lungs at the end of a forceful inspiration. This includes RV, ERV, TB and IRV or vital capacity plus residual volume. TLC is equal to RV plus ERV plus TB plus IRV or TLC is equal to VC plus RV. ഇനി അടുത്ത് നമ്മൾ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആണ് നോക്കുന്നത്. അതിൽ ബ്ലഡ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ഇൻ 2 ways. അതായത് ബ്ലഡ് ഓക്സിജൻ 2 തരത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ത്രൂ ദ പ്ലാസ്മ. ഒന്ന് പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തിട്ട് 3% ഓഫ് ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ട് ത്രൂ ദി പ്ലാസ്മ. ഒന്ന് ബൈൻഡ് വിത്ത് ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്തിട്ട്. ഇൻ ദ RBC O2 ക്യാൻ ബി ബൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം OC ഹീമോഗ്ലോബിൻ. ഈച്ച് ഹീമോഗ്ലോബിൻ ക്യാൻ ക്യാരി എ മാക്സിമം ഓഫ് 4 molecules ഓഫ് O2. ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്തിട്ടും ബ്ലഡ് O2നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 molecules ഓഫ് ഓക്സിജനെ ഒരു ഹീമോഗ്ലോബിന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയും. പാർഷ്യൽ പ്രഷർ ഓഫ് O2, പാർഷ്യൽ പ്രഷർ ഓഫ് CO2, H+ concentration and temperature are the important factors which affect the binding of O2 with the hemoglobin. 97% of O2 is transported by hemoglobin in the form of OC hemoglobin. നമ്മുടെ ശരീരത്തിൽ 97% ഓക്സിജനും ഈ OC ഹീമോഗ്ലോബിനായിട്ടാണ്
ബോഡി പാർട്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ബൈൻഡിങ് ഓഫ് O2 ഇൻ ദി ആൽവിയോളസ്. അപ്പോൾ ആൽവിയോളസിൽ ബൈൻഡിങ് ഓഫ് O2 എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. The factors favorable for the formation of oxyhemoglobin in the alveoli are high PO2, low PCO2, lesser H plus concentration, lower temperature. In RBC are red blood cells, when all the factors become favorable, O2 binds with hemoglobin to form oxyhemoglobin HbO2. This is called oxygenation of hemoglobin. Hb plus O2 gives HbO2. Release of O2 in the tissues. The factors favorable for the dissociation of O2 from the oxyhemoglobin in the tissue. ഇനി ഇപ്പോൾ ഈ വഹിച്ചുകൊണ്ട് ഹീമോഗ്ലോബിൻ ഓക്സിജനെ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനെ ഇനിയിപ്പോൾ ഡിസോസിയേഷൻ ചെയ്യാൻ ഓക്സിജൻ വേണ്ട സ്ഥലത്ത് ഓക്സിജൻ കൊടുക്കുന്ന സമയത്ത് എങ്ങനെ ഫാക്ടേഴ്സ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ലോ പ്രഷർ എന്നാട്ടാ പി എന്നുള്ളതിൻ്റെത് PO2, ഹൈ PCO2, ഹൈ H പ്ലസ് കോൺസെൻട്രേഷൻ, ഹയർ ടെമ്പറേച്ചർ. ഈ ഫാക്ടേഴ്സൊക്കെയാണ് ഇനിയിപ്പോൾ ആ ബൈൻഡ് വിട്ടിട്ട് ആ ഓക്സിജനെ വേണ്ട സ്ഥലത്തേക്ക് കൊടുക്കണമെങ്കിൽ വേണ്ട ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ഇനി നമ്മൾ ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റമാണ് നോക്കുന്നത്. ഒന്ന് ആസ്മ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് കോസിങ് വീസിങ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. ഈ ബ്രോങ്കയും ബ്രോങ്കിയോൾസ് എന്ന് പറഞ്ഞാൽ ആൽവിയോളയിലുള്ള ബ്രാഞ്ചസ് ആണ്. അവർ ഇൻഫ്ലമേഷൻ ചെയ്യണത് വഴി നമ്മൾക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അതിനെയാണ് ആസ്മ എന്ന് പറയുക. അപ്പോൾ അതുപോലെ എൻഫിസീമ. ഇറ്റ് ഈസ് എ ക്രോണിക് ഡിസോർഡർ ഇൻ വിച്ച് ആൽവിയോളർ വാൾസ് ആർ ഡാമേജ് ഡ്യൂ ടു വിച്ച് റെസ്പിറേറ്ററി സർഫേസ് ഈസ് ഡിക്രീസസ്. ഈ ആൽവിയോളയുടെ വാൾസൊക്കെ ഡിക്രീസ് ആവുക, ഡാമേജ് ചെയ്യുക, അതുപോലെ ഡിക്രീസ് ആവുക, ചുരുങ്ങുക. അതുമൂലം വരുന്ന ഒരു രോഗമാണ് എൻഫിസീമ. അതിനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് ആണ്, സിഗരറ്റ് സ്മോക്കിംഗ്. ദ മേജർ കോസ് ഓഫ് എൻഫിസീമ ഈസ് സിഗരറ്റ് സ്മോക്കിംഗ്. അത് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്, അതുപോലെ നമ്മൾ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഡിസോർഡേഴ്സ്, റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ആണ് ഈ നോക്കുന്നത്. ദ പൾമോണറി ഡിസീസ് കോസ് ഡ്യൂ ടു എക്സ്പോഷൻ ഓഫ് ഹാംഫുൾ സബ്സ്റ്റൻസ് ലൈക്ക് ഗ്യാസ്, ഡസ്റ്റ്, ഫ്യൂംസ് എക്സെട്ര. അതുപോലെ എക്സ്പോഷൻ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസും ഡസ്റ്റും ഫ്യൂംസൊക്കെ വരുന്നത് വഴി പൾമോണറി ഡിസീസ് വരും. പൾമോണറി ഡിസീസ് എന്ന് പറഞ്ഞാൽ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസ്. അതുപോലെ പ്രസൻറ്റ് ഇൻ വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഓഫ് എ പേഴ്സൺ ആർ കോൾഡ് ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസീസ്. ഒരു ആൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അയാൾക്ക് ആ സാമൂഹികമായിട്ട് അയാൾക്ക് കിട്ടണ റെസ്പിറേറ്ററി ഇഷ്യൂസിനായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളിലാണ് ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് സിലിക്കോസിസും ആസ്ബറ്റോസിസും. These diseases are characterized by fibrosis of lungs. Fibrosis is the proliferation of fibrous connective tissue in the lungs and associated inflammation. Preventive measures അതിനൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. എങ്ങനെ നോക്കാം. വർക്കേഴ്സ് ഇൻ ദ ഇൻഡസ്ട്രീസ് ഷുഡ് വെയർ പ്രൊട്ടക്റ്റീവ് മാസ്ക്. ഈ അവരൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനത്തെ എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും മാസ്ക് ധരിക്കുക. അതുപോലെ മിനിമൈസിങ് ദ എക്സ്പോഷർ ഓഫ് ഹാംഫുൾ ഡസ്റ്റ്. ഈ ഡസ്റ്റ് ഇല്ലാതെ പരമാവധി കുറക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് അതിനെ നമുക്ക് മെഷർ ചെയ്യാം, അതിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷർമെൻറ്റ്സ്. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ റോങ് വൺ ആൻഡ് ജസ്റ്റിഫൈ യുവർ സെലക്ഷൻ. ഇതിൽ നിന്ന് നമ്മൾ തെറ്റായതെടുത്ത് എഴുതാനും അതിനുള്ള കാരണം എഴുതാനുമാണ് പറയുന്നത്. ഇതിൽ ERV ആണ് തെറ്റ്. കാരണം അത് 300 ml ആണ് എഴുതിയിരിക്കുന്നത്. നോർമലി ERV കംസ് അറൗണ്ട് 1000 ml to 1100 ml ആണ് കേട്ടോ. Identify the two true statements from the statement given below and rewrite the two false statement correctly. ഇതിൽ നിന്ന് 2 ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്തണം, പിന്നെ 2 തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് ചെയ്തിട്ട് എഴുതും വേണം. അപ്പോൾ എന്താ നോക്കാം. ന്യൂമോണിയ ഈസ് ക്രോണിക് ഡിസോർഡർ ഡ്യൂ ടു സിഗരറ്റ് സ്മോക്കിംഗ്. കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം കാർബമിനോ ഹീമോഗ്ലോബിൻ. റെസ്പിറേറ്ററി rhythm is maintained by the respiratory center in the heart. Alveoli are the primary sites of exchange of gases. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് തന്നിക്കുന്നത്. ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ പോയിൻറ്റ്സ് തന്നിക്കുന്നത്. ഇതിൽ തെറ്റുള്ളത് കണ്ടെത്തണം, പിന്നെ ശരിയുള്ളതും കണ്ടെത്തണം. തെറ്റുള്ളത് ശരിയാക്കി എഴുതും വേണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. എൻഫിസീമയാണ്. ന്യൂമോണിയ അല്ല ക്രോണിക് ഡിസോർഡർ ഡ്യൂ ടു സിഗരറ്റ് സ്മോക്കിങ്. എൻഫിസീമയാണ് ക്രോണിക് ഡിസോർഡർ ഡ്യൂ ടു സിഗരറ്റ് സ്മോക്കിങ്. അതുപോലെ ബി സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം കാർബമിനോ ഹീമോഗ്ലോബിൻ. പിന്നെ സി എന്ന് പറയുന്നത് റെസ്പിറേറ്ററി rhythm is maintained by the respiratory center in the heart. റെസ്പിറേറ്ററി സെൻറ്റർ മെഡുല ഓഫ് ദ ബ്രെയിൻ ആണ്, ഹേർട്ട് അല്ല. പിന്നെ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആൽവിയോളി ആർ ദ പ്രൈമറി സൈറ്റ്സ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
Observe the graph. Identify the partial pressure of oxygen where 50% of saturation of Hb with oxygen. Mention the factors favorable for the formation of oxyhemoglobin in the alveoli. ഇത് രണ്ടുമാണ് ക്വസ്റ്റ്യൻസ്. ഈ ഗ്രാഫ് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ആൻസർ എഴുതണം. ഞാൻ എൻ്റെ ആൻസർ നോക്കാം. എയുടെ ആൻസർ P2O2 = 30 mm of Hg. ബി എന്ന് പറയുന്നത് ഹൈ P2O2, രണ്ടാമത്തെ പോയിന്റ് ലോ P2CO2, മൂന്നാമത്തെ പോയിന്റ് ലോ H+ കോൺസെൻട്രേഷൻ, 4 ലോ pH, 5 ലോ ടെമ്പറേച്ചർ. ഇതൊക്കെ നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള കേട്ടോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ 400 meter റേസ് കോമ്പറ്റീഷൻ ആതിര വോൺ ദ ഫസ്റ്റ് പ്ലേസ്. Her friends commented that it is due to her high vital capacity. What do you understand by the term vital capacity? Vital capacity എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ദ മാക്സിമം വോളിയം ഓഫ് എയർ ബ്രീത്തർ ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ ഓഫ് ദ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഔട്ട് ആഫ്റ്റർ എ ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ ഈസ് കോൾഡ് വൈറ്റൽ കപ്പാസിറ്റി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുള്ളതാണ്, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സജസ്റ്റ് ദ വേസ് ടു ഇംപ്രൂവ് ദ വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വേസ് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തേത് റെഗുലർ ഫിസിക്കൽ എക്സസൈസ്. റെഗുലറായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക, പിന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യുക, അവോയ്ഡ് സ്മോക്കിങ്, ഇതൊക്കെയാണ് കേട്ടോ. ഓക്സിഹീമോഗ്ലോബിൻ ഈസ് ഫോംഡ് വെൻ PO2 ഈസ് ഹൈ, ബട്ട് oxyhemoglobin dissociate when the PCO2 is high H+ concentration and high temperature. Write what happens to oxyhemoglobin in the alveoli and in the body tissues. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഇൻ alveoli where high PO2, low PCO2, H+ concentration and low temperature favors the formation of oxyhemoglobin. ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസൊക്കെ ഓക്സിഹീമോഗ്ലോബിൻ്റെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യണതാണ്. ഇനി രണ്ടാമത്തെ നോക്കുക. ഇൻ ബോഡി ടിഷ്യൂ where low PO2, high PCO2, H+ concentration and temperature are favorable for the dissociation of O2 from form Hb. പിന്നെ ഈ ബോഡി പാർട്സിലുള്ള കണ്ടീഷൻസ് ഈ ഓക്സിഹീമോഗ്ലോബിനെ ഹീമോഗ്ലോബിനിൽ നിന്നും ഓക്സിജനെ വേർതിരിക്കാനായിട്ട് ഈ കണ്ടീഷൻസ് ഹെൽപ്പ് ചെയ്യണം. ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ട്രാൻസ്പോർട്ടഡ് ബൈ ഹീമോഗ്ലോബിൻ ഇൻ ദ ഫോം ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ? എത്ര ശതമാനം ഓക്സിജനാണ് ഓക്സിഹീമോഗ്ലോബിനായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ 97% നമ്മൾ നേരത്തെ നോക്കിയതാണ് കേട്ടത്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ബയോളജിക്കൽ പ്രിൻസിപ്പിൾ ഇൻവോൾവ്ഡ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ബ്ലഡ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൻ്റെ ബിഹൈൻഡിലുള്ള പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലങ്സ് ആൻഡ് ബ്ലഡ് തമ്മിലുള്ളത്. അപ്പോൾ അതിന് മലയാളം എന്താണെന്ന് വെച്ചാൽ ശ്വാസകോശങ്ങളും രക്തവുമായി വാതകങ്ങൾ കൈമാറുന്ന ജൈവശാസ്ത്രപരമായ തത്വം ഏതാണ്? അപ്പോൾ ഇതിൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്മിറ്റൻസ്, ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഇൻകോർപ്പറേഷൻ. അപ്പോൾ അതിന് ഡിഫ്യൂഷനാണ് വരിക. കാരണം ഒരു സംഭവം ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ, ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോണേനൊക്കെ നമ്മൾ ഡിഫ്യൂഷൻ എന്നാണ് പറയുക. അപ്പോൾ മെയിനായിട്ട് ഈ ആൽവിയോളയിലൊക്കെ നടക്കുന്നത് അത് തന്നെയാണ്, ഡിഫ്യൂഷനാണ്. ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ, ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. അതുകൊണ്ട് ഡിഫ്യൂഷനാണ് അതിൻ്റെ ആൻസർ വരിക കേട്ടോ. ഇത്രയാണ് ഈ ചാപ്റ്ററിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ക്വസ്റ്റ്യൻസും. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.